കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർ ബോസ്കോ നിലപാട് തിരുത്തിയതും സഭാനുകൂല കൂരിയ നേതൃത്വം വന്നതോടെ മിക്കവാറും സഭാനുകൂല സംഘടനകളുടെ പ്രവർത്തനം വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങുന്നു. സ്ഥിരം വീഡിയോയും മത്സരിച്ചുകൊണ്ട് പത്രപ്രസ്താവനകളും കൊടുത്ത് സജീവമായിരുന്നവർ പോലും ഇപ്പോൾ മൗനത്തിലായതിനാൽ ഭൂരിപക്ഷം വരുന്ന സഭാനുകൂല വിശ്വാസികൾ നിരാശരാണ്. കൂരിയ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ ഇവർ ഇറക്കുന്ന സർക്കുലർ, വിവിധ ഓർഡറുകൾ, തീരുമാനങ്ങൾ തുടങ്ങിയവയെല്ലാം വിമതപക്ഷം തള്ളിക്കളയുകയാണ്. മഞ്ഞപ്ര പള്ളിയിലെ കൊച്ചച്ഛന്റെ വിഷയവും മഞ്ഞപ്ര പാലാരിവട്ടം പള്ളികളിൽ വിലക്ക് ലംഘിച്ച് പ്രതിഷേധ യോഗം ചേർന്നതും വൈദിക യോഗം സംഘടിപ്പിച്ചതും കൂടാതെ കോടതി കേസുള്ള പള്ളികളിലേക്ക് നിയമിച്ച പുതിയ വികാരിമാരെ പോയി കണ്ട് ഭീഷണിപ്പെടുത്തിയതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൂരിയ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി സഭാ നിയമവിരുദ്ധ കാര്യങ്ങൾക്കെതിരെ ആരും പ്രതികരിക്കാത്തത് വലിയ ചർച്ചയാവുകയാണ്. സഭാ ആസ്ഥാനത്ത് കൂരിയയുമായി അടുപ്പമുള്ള ചില ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന ചാരപ്രവൃത്തി നടത്തുന്നുവെന്ന ശക്തമായ ആക്ഷേപവുമുണ്ട്. അതുപോലെ തന്നെ സംഘടനകളുടെ പേരിൽ അതിരൂപത കൂരിയയിലെ ചിലരോട് കൂറ് കാണിച്ച് നടക്കുന്ന ചിലരാണ് ഇപ്പോൾ സംഘടനകൾ നിർജീവമാകാൻ കാരണമെന്ന് പരക്കെ ആക്ഷേപവുമുണ്ട്. കൂരിയയ്ക്കെതിരെയല്ല, മറിച്ച് അവരെ പിന്തുണച്ചുകൊണ്ട് ഒപ്പം വിമതർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിനുള്ള ശരിയായ പിന്തുണ അനിവാര്യമാണ്. സഭാനുകൂല സംഘടനകൾ ഇനിയെങ്കിലും മയക്കത്തിൽ നിന്നും ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഭൂരിപക്ഷം സഭാസ്നേഹികളും ആവശ്യപ്പെടുന്നത്. ആടുകളെ കൊണ്ട് ജീവിക്കുന്നവനല്ല ഇടയൻ, പിന്നെയോ ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഇടയൻ. സഭയെ വെല്ലുവിളിച്ച് വിമത പ്രവർത്തനം നടത്തുന്ന വൈദികർ ഇതോർത്താൽ സഭയിലെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ കഴിയും.